വീഡിയോ ടിപ്സിന്റെ ഒക്കെ പ്രോഗ്രാംസ്? ഓക്കെ, വെരി ഗുഡ്. ഞാൻ കണ്ടായിരുന്നു. ആ, ചോദിച്ചോ. ആ, അതെ, അങ്ങനെ കൊടുക്കും. ഒരു ടിപ്പില് കുറച്ച് ഇമേജ് എന്നിട്ട് സ്റ്റൈൽ, ഡിസ്പ്ലേ ഫ്ലെക്സും ടെക്സ്റ്റ് ഡയറക്ഷൻ പോയി കൊടുക്കും. അപ്പൊ നമുക്ക് ഇമേജ് റോ വൈസ് കിട്ടും. അത് ക്ലാസ്സിൽ, വീഡിയോ ക്ലാസ്സിൽ വീഡിയോ കേട്ടില്ലായിരുന്നോ? ഓക്കെ, ഡിസ്പ്ലേ ഫ്ലെക്സും ഫ്ലെക്സ് ഡയറക്ഷൻ റോ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഡിബിന്റെ ഉള്ളിലുള്ള കണ്ടന്റ്സ് ഒക്കെ റോ വൈസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ. അതെ, നമ്മൾ ഗ്യാപ്പ് കൊടുക്കണം. ഗ്യാപ്പ് എത്ര പി എക്സ് ആണോ വേണ്ടത്, ഗ്യാപ്പ് കൊടുക്കണം. അപ്പൊ നമുക്ക് ആ ഇമേജിന്റെ അവിടെ സ്പേസ് കിട്ടും. എന്താ? അതെ, ഡിസ്പ്ലേ ഫ്ലെക്സിന്റെ കൂട്ടിലുള്ളതാണ് ഈ ഗ്യാപ്പ് ഒക്കെ. അപ്പൊ ഗ്യാപ്പ് ഇടണം. ഗ്യാപ്പ് നമുക്ക് എത്രയാണോ വേണ്ട അത്ര ഇട്ട് കൊടുക്കണം. അത്രയും ഗ്യാപ്പ് നമുക്ക് കിട്ടും. ഓക്കെ, ഒന്നുകൂടി കാണിക്കണോ എന്റെ എക്സാമ്പിൾ? ഓക്കെ, ഞാനൊരു നെക്സ്റ്റ് ക്ലാസ്സിൽ ഇപ്പൊ എടുക്കാൻ പോകുന്നത് പറയാം. ഓക്കെ, അപ്പൊ എല്ലാരും വി എസ് കോഡ് ഓപ്പൺ ചെയ്തോളൂ. രണ്ടുപേരേ ഉള്ളൂ. നിങ്ങൾ വി എസ് കോഡ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ത്രീ വേസിൽ സി എസ് ഇൻസേർട്ട് ചെയ്യാമെന്ന് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിച്ചില്ലായിരുന്നു. ഓക്കെ, ത്രീ വേസിൽ നമുക്ക് സി എസ് എസ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് എന്തൊക്കെയാന്ന് വെച്ചാൽ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്, ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ് ആൻഡ് ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റ്. ഈ മൂന്ന് രീതിയിൽ നമുക്ക് സി എസ് എസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്റേണൽ സി എസ് എസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സി എസ് എസ്. അതായത് നമ്മുടെ കോഡിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ സ്റ്റൈൽ ടാഗ് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് ഇന്റേണൽ സി എസ് എസ്. എക്സ്റ്റേണൽ സി എസ് എസും ഇൻലൈൻ സി എസ് എസും എന്താന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിധി ചോദിച്ച ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഇന്റേണൽ സി എസ് എസ് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. HTML കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുക, എനിക്കൊരു ഡിബ് വേണം. സോ ഞാനൊരു ഡിബ് ക്രിയേറ്റ് ചെയ്തു. ഡിബിനൊരു ക്ലാസ് കൊടുത്തു. ഞാൻ ഡി എന്ന് പറഞ്ഞാണ് ഒരു ഡിബ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, എന്നിട്ട് ഇതിനുള്ളിൽ എനിക്ക് എന്ത് ചെയ്യണം, ഇമേജസ് കൊടുക്കണം. അപ്പോൾ ഇമേജ് ടാഗ് കൊടുക്കുക. ഇമേജ് src ഈക്വൽ ടു കൊടുക്കുക. അതായത് എനിക്ക് കുറച്ച് ഇമേജ് വേണം. അപ്പൊ ഞാൻ ഒരു ഇമേജ് കൊടുക്കുന്നുള്ളൂ. ഇപ്പൊ റോ വൈസ് എങ്ങനെയാണെന്നല്ലേ ഇപ്പൊ നിധി ചോദിച്ചത്. അതിൽ മനസ്സിലാവാത്തത്. ഓക്കെ, അത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കാര്യം അതെങ്ങനെ റോ വൈസ് വന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ആ ഒരൊറ്റ ഇമേജ് വെച്ചിട്ട് തന്നെ ഞാൻ റോ വൈസ് എങ്ങനെ വരുമെന്ന് നോക്കാം. ഓക്കെ, ഇമേജ് കോപ്പി ചെയ്തു. എന്നിട്ട് ഇമേജ് കൊണ്ടുവന്ന് അതിന്റെ പാത്ത് ഇട്ട് കൊടുത്തു. എന്നിട്ട് സ്റ്റൈൽ ടാഗ് ക്രിയേറ്റ് ചെയ്തു. അടുത്ത ഞാൻ സ്റ്റൈൽ ടാഗ് ക്രിയേറ്റ് ചെയ്യുവാണ്. സ്റ്റൈൽ ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റെ ഡിബിന് ഞാനൊരു സ്റ്റൈൽ കൊടുത്തു. വിഡ്ത്ത് 100% കൊടുക്കുക. അതുപോലെ തന്നെ ഹൈറ്റ് ഞാനൊരു 800 px കൊടുത്തു. എന്നിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുത്തു. ഇപ്പൊ എന്റെ ഇമേജ് ഓൾറെഡി വലിയൊരു ഇമേജ് ആയിരിക്കും. അപ്പൊ ഞാൻ ആ ഇമേജിന്റെ സൈസും കൂടി ഒന്ന് കുറച്ച് കൊടുക്കുക. അന്ന് ഞാൻ ഇമേജ് ടാഗിന് IMG കൊടുത്തു. എന്നിട്ടൊരു ഫിക്സഡ് വിഡ്ത്ത് കൊടുത്തു. ഇമേജിന് ഞാനൊരു വിഡ്ത്ത് കൊടുക്കുവാണ്. 300 px എന്ന് പറഞ്ഞൊരു വിഡ്ത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഹൈറ്റും അതുപോലെ തന്നെ കൊടുത്തു. എന്നിട്ട് ഞാനിത് റൺ ചെയ്യുവാണ്.
കണ്ടോ ഇപ്പൊ എനിക്ക് ഒരു ഡിബ് കിട്ടി, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിട്ട് പിന്നെ ഒരു ഇമേജ് കിട്ടി. ഇനി ഈ ഇമേജിനെ നേരെ എങ്ങനെ വരുത്തും എന്നാണ് ക്വസ്റ്റ്യൻ. അത് നമുക്ക് ചെയ്യാം. Okay, ഞാൻ ഇമേജിന്റെ സൈസ് കുറച്ച് കൊടുക്കുവാണ്. അല്ല വേണ്ട, ഇത് തന്നെ മതി. അപ്പം കുറച്ച് ഇമേജ് വേണം നമുക്ക്. എനിക്ക് ഈ ഇമേജ് മാത്രം മതി, അതുകൊണ്ട് ഞാൻ ഈ ഇമേജിനെ തന്നെ കോപ്പി ചെയ്ത് വെക്കുക. 3 പ്രാവശ്യം ഞാൻ ഈ ഇമേജിനെ തന്നെ വെച്ചു. എന്നിട്ട് ഈ ഡിഗ്രിയിൽ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കും. ഫ്ലെക്സ് ഡയറക്ഷൻ കൊടുക്കാതെ ആ ഇമേജ് ഇങ്ങനെ വരുന്നതാണ്. ഫ്ലെക്സ് ഡയറക്ഷൻ കൊടുക്കാതെ ആ ഇമേജ് വരുന്നത് ഇങ്ങനെ. ഓക്കെ, ഇമേജ് നമ്മൾ കൊടുത്ത പോലെ വന്നു. ഇനി നമുക്ക് ഇതിനുള്ളിൽ ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. ഗ്യാപ്പ് കൊടുക്കും. എത്രയാണോ ഗ്യാപ്പ് വേണ്ടത് നമുക്ക് കൊടുക്കും. 10 px മതി, ഞാൻ 10 px കൊടുക്കും. അപ്പൊ എനിക്ക് ഇമേജിന്റെ ഗ്യാപ്പ് ഗ്യാപ്പ് വരുന്നത് മനസ്സിലായോ എനിക്ക്? ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ആ, ചോദിച്ചോളൂ. ആ, പറ്റും. ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കൊടുക്കാൻ പറ്റും. ബോഡിക്കുള്ളിലാണ് ഇമേജ് കൊടുക്കുന്നത്. അപ്പം ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എല്ലാം ഒന്നും പറഞ്ഞില്ല. കുറച്ചൊക്കെ നിങ്ങൾ റെഫർ ചെയ്യണം. അതിൽ പെട്ടതാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒക്കെ നിങ്ങൾ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഇമേജ് വെക്കാനും പഠിപ്പിച്ചു, അതിന്റെ ഫിക്സഡ് ഡിസ്പ്ലേ എല്ലാം പഠിപ്പിച്ചു, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ പഠിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എങ്കിലും ഒരു ഇമേജ് സെറ്റ് ആക്കും. നിധി ഇന്ന് തന്നെ അത് ചെയ്യുന്ന എനിക്ക് കിട്ടിയിട്ടായിരുന്നു. നിധി തന്നെ റെഫർ ചെയ്തിട്ട് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, ഒന്നുമില്ല, ബോഡിക്കുള്ളിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജിന് ലിങ്ക് കൊടുക്കുക. എന്നിട്ട് പൊസിഷൻ ഫിക്സ്ഡ് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. അതെ, ബോഡിക്കുള്ളിൽ തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പോ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ചെയ്തത് ഇന്റേണൽ സി എസ് എസ് ആണ്. ഇനി നമ്മൾ അടുത്ത ഇൻലൈൻ സി എസ് എസ് ആണ് ചെയ്യുന്നത്. ഇൻലൈൻ സി എസ് എസ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ആ ലൈനിൽ തന്നെ സി എസ് എസിന് കളർ കൊടുക്കും. അതിനെയാണ് ഇൻലൈൻ സി എസ് എസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഞാനിപ്പോ ഇവിടെ H1 കൊടുത്തു. H1 ഞാനിപ്പോ കൊടുക്കുക ഹലോ എന്ന് കൊടുത്തു. അപ്പൊ ഇൻലൈൻ എന്ന് പറയുമ്പോൾ ഇതിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് കൊടുക്കുന്നയാ, ഇതിന് സ്റ്റൈൽ കൊടുക്കുന്നയാ. അപ്പൊ ഞാൻ ഈ H1 ടാഗിന് ഉള്ളിലോട്ട് വന്നു. എന്നിട്ട് സ്റ്റൈലെന്ന് ഇവിടെ കൊടുത്തു. സ്റ്റൈൽ ടാഗ് ഞാൻ ഇവിടെ കൊടുത്തു. സ്റ്റൈൽ അവിടെ കൊടുത്തിട്ട് ഞാൻ ഈക്വൽ ടു കൊടുത്തു. എന്നിട്ട് ഫോൺസിനുള്ളിൽ എനിക്ക് ഫോണിന്റെ കളർ മാറ്റണം. സോ ഞാൻ കളർ കൊടുത്തു. ഫുൾ കോളം ഇട്ടിട്ട് എനിക്ക് റെഡ് കളറിൽ വരണം. സോ ഞാൻ റെഡ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് കൺട്രോൾ എസ് അടിച്ച് സേവ് ചെയ്തു. ഇപ്പൊ എന്ത് ചെയ്യണം, എന്റെ റെഡ് കളറിൽ എനിക്ക് ഹലോ എന്ന് കാണണം. ഞാൻ ഇൻലൈൻ സി എസ് എസിനാണ് അത് എഴുതിയത്. അൺ ചെയ്ത് നോക്കുമ്പോഴേക്കും എനിക്ക് ഇൻലൈൻ സി എസ് എസ് വെച്ച് എഴുതി H1 ടാഗിന് റെഡ് കളർ വന്നു. ഇതാണ് ഇൻലൈൻ സി എസ് എസ് എന്ന് പറയുന്നത്. നമ്മൾ അപ്പൊ തന്നെ സ്റ്റൈൽ കൊടുക്കുന്നു. അതായത് ഒരു HTML ടാഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിന് സ്റ്റൈൽ കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ ഇൻലൈൻ സി എസ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്റേണൽ സി എസ് എസ് പഠിച്ചു, ഇൻലൈൻ സി എസ് എസ് പഠിച്ചു. ഇന്റേണൽ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും ദിവസം ചെയ്തതാണ് ഇന്റേണൽ, സ്റ്റൈൽ ടാഗ് കൊടുത്തിട്ട്. ഇൻലൈൻ എന്ന് പറയുന്നത് നമ്മൾ ആ ടാഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടാഗിനുള്ളിൽ വെച്ചിട്ട് തന്നെ സ്റ്റൈൽ ചെയ്യുന്നതിനാണ് ഇൻലൈൻ സി എസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എക്സ്റ്റേണൽ സി എസ് എസ് ആണ്. ഓക്കെ, എക്സ്റ്റേണൽ സി എസ് എസ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് മനസ്സിലായോ, ഇൻലൈൻ സി എസ് എസ് എന്താണ്? H1ന്റെ ഉള്ളിൽ തന്നെ നമ്മൾ കൊടുക്കുന്നത് സ്റ്റൈൽ ടാഗ് ഒന്നും കൊടുക്കണ്ട. H1ന്റെ ഉള്ളിൽ തന്നെ നമ്മൾ സ്റ്റൈൽ കളർ കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ പാരഗ്രാഫ് കൊടുക്കുക. അപ്പൊ പാരഗ്രാഫിന്റെ ഉള്ളിൽ തന്നെ ഞാൻ സ്റ്റൈൽ കൊടുക്കുക. സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുക ഞാൻ പാരഗ്രാഫ്. അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക്കലി വരും. അപ്പൊ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ഫിക്സ് ചെയ്ത് കൊടുക്കുക വിചാരിക്കാം. അപ്പൊ ഞാൻ അടുത്ത് എന്തോ കൊടുക്കണ്ട. അപ്പൊ ഇത്രയും ഞാൻ ടാഗിനുള്ളിൽ കൊടുക്കും. ഇനി എനിക്ക് എന്തോ വേണ്ട, പാരഗ്രാഫ് ടൈപ്പ് ചെയ്യണം. ഞാൻ കുറച്ച് പാരഗ്രാഫ് ടൈപ്പ് ചെയ്യണം. കണ്ടോ, ഇത് ഞാൻ കൺട്രോൾ എസ് അടിച്ച് സേവ് ചെയ്തു.
എന്നിട്ട് ഞാൻ അത് റൺ. ഇപ്പൊ കണ്ടോ പാരഗ്രാഫ് എനിക്ക് യെല്ലോ കളറിൽ കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഇൻലൈൻ CSS വെച്ച് സ്റ്റൈൽ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഇതൊന്നും നോക്കണ്ട, ഇത് ഈ ഒരു സ്റ്റൈൽ ഉണ്ട് എന്ന് പഠിച്ചാൽ മതി. പക്ഷെ നമ്മൾ ജാങ്കോയിലൊക്കെ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഇന്റേണൽ CSS വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ CSS വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഇൻലൈനെക്കാളും സിമ്പിൾ ആണ് എക്സ്റ്റേണലും ഇന്റേണലും. ഓക്കെ, ക്ലിയർ അല്ലേ? ചെയ്ത് നോക്കിയോ? അനീഷ, ഓക്കെ, രണ്ടുപേരും ചെയ്തു നോക്കിയോ? ഞാൻ മേളിലുള്ള കോഡൊന്നും നിങ്ങൾ നോക്കണ്ട, അതൊക്കെ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചു. നിങ്ങൾ കോഡിക്കുള്ളിൽ ഇത്രയും മാത്രം ടൈപ്പ് ചെയ്താൽ മതി. H1ന്റെ കൂടെ തന്നെ സ്റ്റൈൽ ചെയ്യുക. ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒരു സ്പേസ് കൊടുക്കാം. ഹലോ, ഇവിടെയാണ് വന്നത്. ഓഫായോ? എന്ത് ചെയ്യും? ചാർജ് ഇല്ലേ? അപ്പോ ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് എഴുതിയെടുത്തോ. ഇൻലൈൻ CSS ഹെഡിങ് കൊടുത്തിട്ട് അതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൊടുക്കുക. അതായത് നമ്മൾ ടാഗിനുള്ളിൽ തന്നെ നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നത്, അതിനാണ് ഇൻലൈൻ CSS എന്ന് പറയുന്നത്. നിധി എങ്ങനെ ചെയ്തോ? കിട്ടിയോ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോണ എക്സ്റ്റേണൽ CSS ആണ്. എക്സ്റ്റേണൽ CSS എന്ന് പറയുമ്പോൾ നമ്മൾ ഈ HTML പേജിൽ അതിന്റെ HTML മാത്രം നമ്മൾ ടൈപ്പ് ചെയ്യും. പിന്നെ നമ്മൾ CSSന് വേണ്ടി വേറൊരു പേജ്, വേറൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ രണ്ടും രണ്ട് സ്ഥലത്തായിരിക്കും. എന്നിട്ട് നമ്മൾ ആ CSSന്റെ ലിങ്ക് എടുത്ത് നമ്മൾ ഈ മെയിൻ HTML ടാഗിൽ കൊണ്ടിടും, മെയിൻ HTML ഫയലിൽ കൊണ്ടിടും. അങ്ങനെ റൺ ചെയ്യുന്നതിനാണ് നമ്മൾ എക്സ്റ്റേണൽ CSS എന്ന് പറയുന്നത്. അതായത് ഈ HTML ഫയലിന് പുറത്താണ് ആ CSSന്റെ ഫയൽ ഇരിക്കുന്നത്. നമ്മൾ ആ CSSനെ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ലിങ്ക് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അതിനെയാണ് എക്സ്റ്റേണൽ CSS എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ CSS ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ കുറച്ച് എന്റെ HTML ടാഗ് ഇടുവാണ്. ഞാൻ H1ൽ നിധി എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ H2ൽ അനീഷ എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ കുറച്ച് പാരഗ്രാഫ് ടൈപ്പ് ചെയ്യും. അപ്പൊ ഇത്രയുമാണ് എന്റെ HTML. ഇത്രയുള്ള എന്റെ HTML ഫയൽ. ഞാൻ ഇതൊന്ന് ആദ്യം റൺ ചെയ്ത് നോക്കട്ടെ. കണ്ടോ, നിധി, അനീഷ, പിന്നെ ഒരു പാരഗ്രാഫ്. ഇത്രയും ഞാൻ എന്ത് ചെയ്തു, ഒരു HTML ടാഗിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതിനെ ഞാൻ സ്റ്റൈൽ ചെയ്യാൻ പോകും. ഇതിനെ ഞാൻ സ്റ്റൈൽ ചെയ്യുന്നത് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ഞാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ്. എന്റെ ഫയലിന്റെ പേര് ന്യൂ .html അല്ല നമ്മൾ കൊടുക്കുന്നത്, CSS എന്നാണ് നമ്മൾ കൊടുക്കേണ്ട. കാര്യം നമ്മൾ എക്സ്റ്റേണൽ CSS കൊടുക്കുമ്പോൾ CSS എക്സ്റ്റേണൽ ആയിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. സോ നമ്മൾ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. CSS എന്ന് വേണം നമ്മൾ, HTML അല്ല, CSS എന്ന് വേണം നമ്മൾ ആ ഫയൽ പേര് കൊടുക്കാൻ. ഓക്കെ, അപ്പൊ അടുത്തൊരു വിൻഡോയിലേക്ക് വരും നമ്മൾ. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട അതിന്റെ സ്റ്റൈലാണ്. നമുക്ക് H1നും H2നും P-ക്കും കൊടുക്കേണ്ട സ്റ്റൈലാണ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ട. നമ്മൾ ഹെഡിങ്ങിൽ സ്റ്റൈലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഓട്ടോമാറ്റിക്കലി സ്റ്റൈൽ ആകും. കാര്യം .css വെച്ച് നമ്മൾ ഫയലിന് നെയിം കൊടുത്തത് കൊണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കലി എന്താകും, സ്റ്റൈൽ വരും. ഓക്കെ, അപ്പൊ എനിക്ക് അത് H1ന് സ്റ്റൈൽ ചെയ്യണം. സോ ഞാൻ H1 കൊടുത്തു, കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് H1ന് ഒരു കളർ കൊടുക്കുവാണ്, ഗ്രീൻ കളർ കൊടുത്തു. നെക്സ്റ്റ് ഞാൻ H2ന് കളർ കൊടുക്കുക. H2 കൊടുത്തു. H2ന് ഞാൻ ബ്ലൂ കളർ കൊടുത്തു. ഇനി നെക്സ്റ്റ് ഉള്ളത് എന്റെ പാരഗ്രാഫാണ്. സോ ഞാൻ P കൊടുത്തു.
പിക്ക് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ആദ്യം കൊടുക്കുവാണ്. പിങ്ക് കൊടുത്തു ബാക്ക്ഗ്രൗണ്ട് കളർ. എന്നിട്ട് ഫോണ്ടിന്റെ കളർ ഞാൻ റെഡ് കൊടുത്തു. ഓക്കെ, അപ്പൊ എന്റെ പാരഗ്രാഫ് ആയി, എന്തുവായി, H1 H2 ആയി. എന്നിട്ട് ഞാൻ സേവ് ചെയ്ത് എന്നിട്ട് ഞാൻ റൺ ചെയ്യുവാണ് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ കിട്ടിയില്ല. അതിന്റെ റീസൺ എന്താണ്? ഞാനിപ്പോ പറഞ്ഞത് വെച്ചിട്ട് പറയാൻ പറ്റുമോ? അതെ, നമ്മള് ലിങ്ക് കൊടുത്തിട്ടില്ല. ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലല്ലേ നമുക്കത് കിട്ടത്തുള്ളൂ. സോ നമ്മൾ ഈ CSS ഒന്നും ചെയ്യണ്ട. CSS ഇത്രയും ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മുടെ HTML കോഡ് ടൈപ്പ് ചെയ്ത ഫയലിലേക്ക് പോകണം. എന്റെ HTML ടൈപ്പ് ചെയ്തത് ഈ form.html എന്ന് പറഞ്ഞ ഈ പേജിലാണ്. സോ ഞാൻ ഇതിന്റെ മേളിൽ വരിക, അതായത് ഹെഡിൽ വരിക. ഹെഡിൽ വന്നിട്ട് ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കുക. അതായത് ഹെഡിൽ വന്നിട്ട് ഞാൻ ഈ രണ്ട് പേജസ്, ഈ രണ്ട് ഫയൽസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ലിങ്ക് കൊടുത്തു. എന്റെ ലിങ്ക് ആണ്. ആദ്യം ലിങ്ക് എന്ന് കൊടുക്കുക. ലിങ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞ് സ്പേസ് ഇട്ടിട്ട് REL എന്ന് കൊടുക്കുക. REL ഇങ്ങനെയാണ് നമ്മൾ ലിങ്ക് കൊടുക്കുന്നത്. ഈക്വൽ ടു കോഡ്സിൽ നമ്മൾ സ്റ്റൈൽ ഷീറ്റ് എന്ന് കൊടുക്കുക. സ്റ്റൈൽ ഷീറ്റ് എന്ന് കൊടുക്കുക. സ്റ്റൈൽ ഷീറ്റ് എന്ന് കൊടുത്തിട്ട് നമ്മൾ ലിങ്ക് കൊടുക്കുക. നമ്മൾ പഠിച്ച ഹൈപ്പർ ലിങ്ക് കൊടുക്കുക. നമ്മൾ പഠിച്ച HREF വെച്ചിട്ടാണ് നമ്മൾ ലിങ്ക് കൊടുക്കുന്നത്. HREF കൊടുക്കുക, ഈക്വൽ ടു കൊടുക്കുക. കോഡ്സിനുള്ളിൽ നമ്മുടെ CSS ഫയലിന്റെ പേര് കൊടുക്കുക. എന്റെ CSS ഫയലിന്റെ പേര് new.css എന്നായിരുന്നു. ഓക്കെ, new.css ആയിരുന്നു. ഞാൻ new.css എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ലിങ്കിന്റെ ടാഗ് ക്ലോസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാനിത് സേവ് ചെയ്തു. സേവ് ചെയ്തിട്ട് റൺ ചെയ്യാൻ പോവാണേ. അപ്പൊ എനിക്ക് ഞാൻ കൊടുത്ത സ്റ്റൈൽ എനിക്ക് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ എക്സ്റ്റേണൽ CSS വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഒന്ന് ചെയ്തു നോക്കിയേ. പറഞ്ഞോളൂ. ആ, ഒന്നും കൊടുക്കണ്ട. നമ്മൾ ഒന്നും കൊടുക്കണ്ട. നമ്മൾ സ്റ്റൈലൊന്നും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. കാര്യം അത് ഓട്ടോമാറ്റിക്കലി CSS എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഒന്നും കൊടുക്കണം. നമുക്ക് വേണ്ട സ്റ്റൈൽ മാത്രം അവിടെ കൊടുത്താൽ മതി. ഇവിടെ ക്ലാസ് ഉണ്ടെങ്കിൽ ക്ലാസിന്റെ പേര് വെച്ചിട്ട് അവിടെ സ്റ്റൈൽ കൊടുക്കുക. എന്താണെങ്കിലും നമ്മൾ ജസ്റ്റ് സ്റ്റൈൽ മാത്രം കൊടുത്തിട്ട് നമ്മൾ അതിന്റെ ലിങ്ക് എടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചാൽ മതി. അതായത് ആ ഫയലിന്റെ നെയിം HREF കൊടുത്താൽ മാത്രം മതി. റൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെയുള്ള ടാഗിന് ആ ഒരു സ്റ്റൈൽ ഓട്ടോമാറ്റിക്കലി വന്നോളും. ഓക്കെ, ചെയ്തു നോക്കിയേ. ഓക്കെ ഓക്കെ, CSS ഫയൽ ഒന്നുമില്ല, സിമ്പിൾ ആണ്. അതായത് ഞാൻ H1 ഒരു കളർ കൊടുത്തു, H2 ഒരു കളർ കൊടുത്തു, P ഒരു കളർ കൊടുത്തു. അനീഷ ലാപ്പ് ഓപ്പൺ ആണ്, ചെയ്ത് നോക്കുവാണോ? ഓക്കെ, ചെയ്തിട്ട് പറയണേ. അങ്ങനെ വരുമല്ലോ.
ഡോട്ട് സി എസ് കൊടുക്കണം. അതെ. ഇല്ല, ഒരു പുതിയ ഫയൽ ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്യും. എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്യാൻ പറ്റും, റീനെയിം കൊടുക്കാൻ പറ്റും. ഓക്കെ. അതെ അതെ. അവിടെ. ഓക്കെ, കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാം. നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ഫോംസ് ആണ്. ആ ബോർഡർ കൊടുത്തു. അതായത് ഈ H1 ആണെങ്കിലോ. ആ, മനസ്സിലായില്ല. സ്റ്റൈൽ ഇപ്പൊ എങ്ങനെയാ കൊടുത്തത്? ഓക്കെ, ബോർഡർ. ബോർഡർ ഈക്വൽ ടു എത്ര പീക്സ് കൊടുത്തത്? ഓക്കെ, 2 px ഒക്കെ കൊടുത്തു നോക്കിയേ, ചെറുതാ. കിട്ടുന്നില്ലേ? ഒന്ന് പ്രസന്റ് ചെയ്ത് സ്ക്രീൻ. പെട്ടെന്ന് സ്ക്രീൻ ഒന്ന് പ്രസന്റ് ചെയ്ത്. അനീഷ. ഓക്കെ, അപ്പൊ നമ്മൾ ആ നെക്സ്റ്റ് പോർഷൻ പഠിപ്പിക്കുവാണ്. നമുക്ക് ടൈമില്ല, ഈ വീക്കോട് കൂടി നിങ്ങളുടെ HTML തീർക്കണം. ഓക്കെ, നമ്മള് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ വന്ന കാര്യം നമുക്ക് പഠിക്കാം. നമ്മൾ ഫോംസ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഫോംസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അത് രജിസ്ട്രേഷൻ ഫോം എങ്ങനെ ഇരിക്കും, അത് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എടുത്തായിരുന്നു. അതിന്റെ ബാലൻസ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഫോംസ് ഫോംസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ടേബിൾ പോലെ രജിസ്ട്രേഷൻ ഫോം നമുക്ക് ഇൻപുട്ട് ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഫീൽഡ് ഒക്കെ കാണും, ലേബൽ കാണും. അതൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഫോംസ്. അപ്പം നിങ്ങൾക്ക് ഇതിന്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഞാൻ ഷെയർ ചെയ്തേക്കാം ഗ്രൂപ്പില്. ഓക്കെ, അപ്പൊ നമ്മള് ഫോംസ് ആണ് ചെയ്യുന്നത്. സോ ഞാൻ ഹെഡിങ് കൊടുക്കുവാണ് ഫോംസ് എന്ന് പറയും. ഫോംസിൽ ഒരുപാട് ടാഗ് ഉണ്ട് നമുക്ക്. അങ്ങനെ ടാഗ് ഏതൊക്കെയാന്ന് പറയുന്നത്, നമുക്ക് ഇൻപുട്ട് ടാഗ് ഉണ്ട്, ലേബൽ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഓരോ ഫീൽഡിനും ഓരോ ഐഡന്റിറ്റി ആയിട്ട് യൂണിക് നെയിം ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് ഇപ്പൊ പഠിക്കും. ഫസ്റ്റ് നമ്മൾ ഫോം ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫോം ചെയ്യുമ്പോഴേക്കും നമ്മൾ ഹെഡ്, അതായത് ഫോമിന്റെ സ്റ്റാർട്ടിങ് നമ്മൾ ഒരു ടാഗ് കൊടുക്കണം. അതാണ് ഫോം ടാഗ്, ഫോം എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ ഫോം ടാഗിന്റെ ഉള്ളിലാണ് നമുക്ക് വേണ്ട
കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതുന്ന, അതായത് ഒരു ബോർഡർ, അതായത് നെയിം എന്ന് പറഞ്ഞൊരു ബോർഡർ നമുക്ക് വേണമെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് എന്തോ ലേബൽ കൊടുക്കുക. ലേബൽ നെയിം, എനിക്ക് ആദ്യം വേണ്ടത് ഫസ്റ്റ് നെയിം ആണ്. സോ ഞാൻ ഫസ്റ്റ് നെയിം എന്ന് കൊടുത്തു. ഓക്കെ, ഇത് ഞാൻ ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം ഇത് എങ്ങനെ ഇരിക്കുമെന്ന്. കണ്ടോ, ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടി. ഇത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് വേണം, ഒരു ഫീൽഡ് വേണം. ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഫീൽഡ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഇൻപുട്ട് ടൈപ്പ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇൻപുട്ട് ടൈപ്പ് കൊടുക്കുക, എന്നിട്ട് ഈക്വൽ ടു കൊടുക്കുക. നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്നാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കോഴ്സിന്റെ വെളിയിൽ വന്നിട്ട് അതിനൊരു യൂണിക് നെയിം കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ നെയിം എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാനിത് ക്ലോസ് ചെയ്തു, സേവ് ചെയ്തു, റൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയാണ് എനിക്ക് ഇത് കിട്ടിയത്. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ഒരു രജിസ്ട്രേഷൻ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതെന്റെ ഫസ്റ്റ് നെയിം ആണെങ്കിൽ ഇത് അത് ടൈപ്പ് ചെയ്യാനുള്ള ഫീൽഡ് ആണ്. ഇവിടെ എനിക്ക് എന്റെ പേര് ഇങ്ങനെ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മൾ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഇമെയിലും പാസ്വേഡും അതുപോലെ തന്നെ ജെൻഡർ, ഇൻസ്ട്രക്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്തു. ഇനി ഞാൻ നെക്സ്റ്റ് അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്റെ ലാസ്റ്റ് നെയിം ആണ്. ഇതുപോലെ തന്നെയാണ് അതും ചെയ്യേണ്ടത്. ലേബലിന്റെ അവിടെ ലാസ്റ്റ് നെയിം വേണം. സോ ഞാൻ എന്ത് ചെയ്തു, ലേബൽ എന്ന് കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് നെയിം, ഫസ്റ്റ് എന്തായാലും ഫസ്റ്റ് നെയിം കൊടുത്തുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഫീൽഡ് ലാസ്റ്റ് നെയിം എന്ന് കൊടുത്തു. എന്നിട്ട് അതിന് ഫുൾ കോളം കൊടുത്തു. ഇതുപോലെ അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫുൾ കോളം കൊടുത്തത്. എന്നിട്ട് ഇതിന്റെ അടിയിൽ എന്ത് വേണം, നമുക്ക് ഇൻപുട്ട് ടൈപ്പ് വേണം. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു നമ്മൾ നെയിമിന് കൊടുത്ത പോലെ തന്നെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ആണ്. അതായത് നമ്മൾ കൊച്ചു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ടെക്സ്റ്റിന് കൊടുത്തു. എന്നിട്ട് അതിനൊരു യൂണിക് നെയിം കൊടുക്കണം. നെയിം ഈക്വൽ ടു ലാസ്റ്റ് നെയിമിന് LS എന്നോ എന്തെങ്കിലും നമുക്കൊരു യൂണിക് നെയിം കൊടുക്കാം. അതിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഞാനത് ക്ലോസ് ചെയ്തു, സേവ് ചെയ്തു, റൺ ചെയ്ത് നോക്കാം. കണ്ടു, ഇപ്പൊ അവിടെ എനിക്ക് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും പ്രിന്റ് ചെയ്ത് കിട്ടി. ഓക്കെ, നിധി ഇതൊന്ന് ചെയ്തോളൂ. അനീഷ സിസ്റ്റം ശരിയാക്കി ഇത്ര ചെയ്ത് നോക്കി കിട്ടുന്നുണ്ടോ എന്ന്. അനീഷ ഓക്കെ ആണോ? നിധി ഓക്കെ, നോക്കോളൂ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നമുക്കിനി നെക്സ്റ്റ് ഫീൽഡ് നോക്കാം. നമ്മളിപ്പോ ഫസ്റ്റ് നെയിമും ചെയ്തു, ലാസ്റ്റ് നെയിമും ചെയ്തു. ഇനി എനിക്ക് അടുത്ത ഫീൽഡ് എന്ന് പറയുന്നത് പാസ്വേഡിന്റെ ഫീൽഡ് വേണമെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ലേബൽ കൊടുത്തു. ലേബൽ പാസ്വേഡ് എന്നാണ് എനിക്ക് വേണ്ടത്. സോ ഞാൻ പാസ്വേഡ് എന്ന് കൊടുത്തു. എന്നിട്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻപുട്ട് ഫീൽഡ് വേണം. സോ ഇൻപുട്ട് ടൈപ്പ് കൊടുക്കുക. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ് എന്നാണ്. സോ ഞാൻ പാസ്വേഡ് എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, അതിനൊരു യൂണിക് നെയിം കൊടുത്തു. പക്ഷെ പാസ്വേഡിന്റെ യൂണിക് നെയിം പാസ്വേഡ് എന്ന് തന്നെയാണ്. യൂണിക് നെയിം അല്ല ഇൻപുട്ട് ടൈപ്പ്. കാര്യം എങ്കിൽ മാത്രമേ നമുക്കതൊരു പാസ്വേഡ് രീതിയിൽ കിട്ടൂ. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിത് റൺ ചെയ്ത് നോക്കുമ്പോഴേക്കും പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ആർക്കും കാണാൻ പറ്റരുത്. ആ രീതിയിൽ വേണം നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ. സോ ഇങ്ങനെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹൈഡ് ഇങ്ങനെ വരണം. ഓക്കെ, അതിനാണ് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ് എന്ന് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ഇമെയിൽ ഫീൽഡ് ആണ്. ഓക്കെ, അപ്പോൾ ലേബൽ കൊടുക്കുക. ലേബൽ കൊടുത്തിട്ട് ഇമെയിൽ എന്ന് കൊടുക്കുക. ഇമെയിൽ എന്ന് കൊടുത്തു. എന്നിട്ട് ഇമെയിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ടൈപ്പ് കൊടുക്കുക. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡിന്റെ പാസ്വേഡ് കൊടുത്ത പോലെ തന്നെ ഇമെയിലിൽ നമ്മൾ ഇമെയിൽ തന്നെയാണ് കൊടുക്കുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അറ്റ് ക്യാരക്ടർ ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമെയിൽ എന്ന് കൊടുക്കുന്നത്. അറ്റ് ക്യാരക്ടർ ഒക്കെ വന്നാൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റൂ, ടൈപ്പ് ചെയ്യാൻ പറ്റൂ. ഇമെയിൽ എന്ന് കൊടുത്തു. അപ്പൊ നമ്മള് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും പാസ്വേഡും ഇമെയിലും കൊടുത്തു. ഇനി എനിക്ക് അടുത്ത് കൊടുക്കാനുള്ളത് ഫോൺ നമ്പർ ആണ്. സോ ഞാൻ അടുത്തത് ലേബൽ ഫോൺ നമ്പർ കൊടുത്തു. ലേബൽ ഫോൺ നമ്പർ
ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു നമ്പർ ആണ് നമ്മൾ കൊടുക്കേണ്ട കാര്യം. നമുക്ക് നമ്പർ ടൈപ്പ് ചെയ്യുന്ന സ്ഥലത്ത് ആരെങ്കിലും നെയിം ടൈപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു എറർ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു നമ്പർ എന്നാണ് മൊബൈൽ നമ്പറിന്റെ അവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നെയിമിന്റെ അവിടെ നമുക്ക് നമ്പറിനോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. യൂണിക് നെയിമിന്റെ അവിടെ നമ്പർ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഫോൺ നമ്പർ ഫീൽഡ് വരെ. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഒരു ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിസ്ട്രിക്ട് കാണുമല്ലോ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കുമല്ലോ നമ്മുടെ ഡിസ്ട്രിക്ട്. കേരള ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലകൾ കാണും. അതിൽ ഏതെങ്കിലും ഒരു ജില്ലയായിരിക്കും ജില്ല. അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? വേറൊരു ടാഗ് വേണം. അതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം ലേബൽ കൊടുക്കുക. ലേബിൾ കൊടുത്തിട്ട് നമുക്ക് ഡിസ്ട്രിക്ട് ആണെങ്കിൽ ഡിസ്ട്രിക്ട് എന്ന് കൊടുക്കുക. ഡിസ്ട്രിക്ട് കൊടുത്തു. അപ്പൊ എനിക്ക് ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യണം. ഒരുപാട് ഡിസ്ട്രിക്ട് ഉണ്ട്. അതിൽ നിന്ന് എനിക്ക് വേണ്ട ഡിസ്ട്രിക്ട് എനിക്ക് ചൂസ് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്തു? അതിനൊരു ഐ ഡി കൊടുക്കുക. സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഐ ഡി കൊടുത്തു. അപ്പൊ അത് കൊടുക്കേണ്ടത് സെലക്ട് കൊടുക്കുക. എന്നിട്ട് ഐ ഡി കൊടുക്കുക. ഐ ഡി ഈക്വൽ ടു എന്തെങ്കിലും ഐ ഡിക്ക് പേര് കൊടുക്കാം. ഞാനിപ്പോ എന്റെ ലേബറിന്റെ പേര് ഡിസ്ട്രിക്ട് എന്നായതുകൊണ്ട് ഞാൻ ഐ ഡിയുടെ പേരും ഡിസ്ട്രിക്ട് എന്ന് കൊടുത്തു. ഐ ഡിയുടെ പേര് ഞാൻ ഡിസ്ട്രിക്ട് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നെയിം കൊടുക്കണം. നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ നെയിമും നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ നെയിം ഡിസ്ക് എന്ന് പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ കേട്ടോ. നെയിമിന്റെ അവിടെ ഇത്രയും കൊടുത്തു. ഇത്രയും ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വാല്യൂസ് വേണ്ടേ. അതായത് ഞാൻ പറഞ്ഞു ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം അങ്ങനെ ഒരുപാട് ജില്ലകൾ അതിൽ നിന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് കൊടുക്കേണ്ടത് ഓപ്ഷൻ ആണ്. ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് വാല്യൂ കൊടുക്കുക. ഓപ്ഷന്റെ വാല്യൂ കൊടുക്കുക. വാല്യൂ ഈക്വൽ ടു നമുക്ക് ഏത് വാല്യൂ ആണോ വേണ്ട ആ വാല്യൂ കൊടുക്കുക. ഇപ്പോ എനിക്ക് ആദ്യം തന്നെ സെലക്ട് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് ആണ് വരേണ്ടത്. സോ ഞാൻ ഇത് ക്ലോസ് ചെയ്തിട്ട് ഓപ്ഷൻ വാല്യൂ ക്ലോസ് ചെയ്തിട്ട് സെലക്ട് യുവർ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ ചുമ്മാ കൊടുത്തേ. എന്നിട്ട് എന്ത് ചെയ്യുക? എനിക്ക് കുറച്ച് ഓപ്ഷൻ വാല്യൂസ് വേണം. അതായത് എനിക്ക് എന്തൊക്കെയാണോ ടൈപ്പ് ചെയ്യേണ്ടത് ആ ഓപ്ഷൻ വാല്യൂസ് വേണം. സോ ഞാൻ ഓപ്ഷൻ കൊടുത്തു. ഫസ്റ്റ് ഞാൻ കൊല്ലം കൊടുത്തു. വീണ്ടും ഞാൻ അടുത്ത ഓപ്ഷൻ വാല്യൂ കൊടുത്തു. ഞാൻ കോട്ടയം കൊടുത്തു. വീണ്ടും ഞാൻ ഓപ്ഷൻ, നമുക്ക് ഇതുപോലെ എത്ര ഓപ്ഷൻ വേണമെങ്കിലും ഇങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ നിങ്ങൾക്ക് 3 ചെയ്ത് 3 ഓപ്ഷൻ ഞാനിപ്പോൾ ചെയ്തോളൂ. നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും. 14 ജില്ലകൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇത്ര ഞാൻ ചെയ്തിട്ടൊന്ന് സേവ് ചെയ്യാം. റൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടു, ഇപ്പൊ ഞാൻ കൊടുത്ത എല്ലാ ഫീൽഡും എനിക്ക് ഇവിടെ കിട്ടി. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പാസ്വേഡ്, ഇമെയിൽ, ഫോൺ നമ്പർ, ഡിസ്ട്രിക്ട് ഇത്രയും കിട്ടി. സെലക്ട് യുവർ ഡിസ്ട്രിക്ട് ഞാൻ കൊടുത്ത പോലെ വന്നു. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് അവിടെ ഞാൻ താഴെ കൊടുത്ത കൊല്ലം, കോട്ടയം, ആലപ്പുഴ ഇത്രയും ഡിസ്ട്രിക്ട് എനിക്ക് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വാല്യൂസ് ആയിട്ട് വന്നു. ഞാൻ കോട്ടയം ചൂസ് ചെയ്യുവാണെങ്കിൽ കോട്ടയം ആയിരിക്കും എന്റെ ഡിസ്ട്രിക്റ്റിലുള്ളതെന്ന് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ എനിക്ക് ക്യാരക്ടേഴ്സ് ഒന്നും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? ഫോൺ നമ്പർക്ക് ഞാൻ നമ്പർ ഫീൽഡ് കൊടുത്തത്. അപ്പൊ എനിക്ക് നമ്പർ മാത്രമേ എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ഫീൽഡ് കൂടി ഉണ്ട്. അതായത് നമ്മൾ ജെൻഡർ ചെക്ക് ചെയ്യുക, മെയിൽ ആണോ ഫീമെയിൽ ആണോ. അങ്ങനത്തെ കേസിൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതാണ് അടുത്ത പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ലേബൽ കൊടുക്കുക. ലേബൽ ജെൻഡർ ആണ്. സോ ജെൻഡർ എന്ന് കൊടുക്കുക. ജെൻഡർ ഏതാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ജെൻഡർ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് 2 ടൈപ്പ് ഓഫ് ജെൻഡർ ഉണ്ട്, മെയിലും ഫീമെയിലും ഉണ്ട്. ഓക്കെ, അപ്പൊ രണ്ടിന് നമ്മൾ ഓരോ ഇൻപുട്ട് ടൈപ്പ് കൊടുക്കണം. ഫസ്റ്റ് ഞാൻ ഇൻപുട്ട് ടൈപ്പ് കൊടുക്കുവാണേ. ഇൻപുട്ട് ടൈപ്പ്. അപ്പോൾ ഈ നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതായത് മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ടാഗ് എന്ന് പറയുന്ന പേരാണ് റേഡിയോ. അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓപ്ഷൻ വാല്യൂ യൂസ് ചെയ്തതുപോലെ തന്നെ ജെൻഡറിന് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് റേഡിയോ ബട്ടൺ. അതായത് ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഒരെണ്ണം വല്ല ഇങ്ങനെ ചൂസ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതിന് പറയുന്ന പേരാണ് റേഡിയോ. അപ്പൊ റേഡിയോ എന്ന് കൊടുക്കുക. അതായത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ എന്ന് കൊടുക്കുക. എന്നിട്ട് അതിനൊരു നെയിം കൊടുക്കുക. നെയിം ഈക്വൽ ടു ഞാനിപ്പോ നെയിം കൊടുക്കുവാണ്. ജെൻഡർ എന്നായിരുന്നു എന്റെ പേര്. ഞാൻ ജെൻഡർ എന്ന് കൊടുത്തു. ഓക്കെ, ജെൻഡർ എന്ന് കൊടുത്തു. അപ്പോ ഇത് എനിക്ക് മെയിലിന്റെ ആണ് വരേണ്ടത്. സോ ഞാൻ ഇതിന്റെ താഴെ തന്നെ ഇതിനൊരു ലേബൽ കൊടുക്കുവാണ്. ലേബൽ ഫോർ മെയിൽ എന്ന് പറഞ്ഞു കൊടുത്തു. ഇത് തന്നെ എനിക്ക് ഫീമെയിലിന് ഒരു ഇൻപുട്ട് ഫീൽഡ് വേണം. സോ ഞാൻ എന്ത് ചെയ്തു? വീണ്ടും അതുപോലെ തന്നെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു
റേഡിയോ എന്ന് കൊടുത്തു. എന്നിട്ട് അതിനൊരു യൂണിക് നെയിം കൊടുക്കുവാണ്. യൂണിക് നെയിം കൊടുത്തു. ജെൻഡറിന് ഞാൻ നേരത്തെ കൊടുത്തു, ഇവിടെ ഞാൻ ജെൻഡറിന് കൊടുത്തു. എന്നിട്ട് ഞാൻ ഫീമെയിലിന് വേണ്ടിയിട്ടുള്ള ഒരു ലേബിൾ ക്രിയേറ്റ് ചെയ്തു. ലേബൽ ഫീമെയിൽ എന്ന് പറഞ്ഞ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇത് ഞാൻ സേവ് ചെയ്തു, റൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പൊ എനിക്ക് മെയിലും ഫീമെയിലും എനിക്ക് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റേഡിയോ ബട്ടൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ മെയിൽ ആയിരിക്കും, അല്ലെങ്കിൽ ഫീമെയിൽ ആയിരിക്കും. ഇങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അതിന് വാല്യൂ കൊടുത്തില്ല. അതാണ് എനിക്കിപ്പോ രണ്ടും ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് നിങ്ങൾ തോന്നിയത് നേരെ നേരെ താഴോട്ട് താഴോട്ട് വരാൻ എന്ത് ചെയ്യും? അപ്പൊ താഴോട്ട് താഴോട്ട് വരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് BR ടാഗ്. അത് ഫസ്റ്റിലെ പറഞ്ഞായിരുന്നു. BR ടാഗാണ് നമ്മൾ താഴോട്ട് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ഫീൽഡിന്റെയും എൻഡിൽ നമുക്ക് ഈ BR ടാഗ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എല്ലാ ടാഗിന്റെയും ലാസ്റ്റ് ആയിട്ട് നമുക്ക് BR ടാഗ് കൊടുക്കാനായിട്ട് പറ്റും. എല്ലാവർക്കും ഇട്ടു കൊടുക്കും. എന്നിട്ട് ഞാൻ സേവ് ചെയ്തു. എന്നിട്ട് റൺ ചെയ്ത് കാണിച്ചില്ല. കണ്ടോ, ഇപ്പൊ എനിക്ക് ഇതെല്ലാം താഴെ താഴെയായിട്ട് കിട്ടി. എനിക്ക് ഫസ്റ്റ് നെയിം അതുപോലെ എല്ലാം എനിക്ക് ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഫീൽഡ് കിട്ടി. ഇതെനിക്ക് ഏതാണെന്ന് വെച്ച് ചൂസ് ചെയ്ത് കൊടുക്കാം. മെയിലാണോ ഫീമെയിലാണോ എന്ന് എനിക്ക് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ എനിക്ക് എല്ലാ ഫീൽഡും കിട്ടി. ഇനി ഇതെല്ലാം കൂടി എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സബ്മിറ്റ് ബട്ടൺ വേണ്ടേ? സോ ഏറ്റവും ലാസ്റ്റ് നമ്മൾ സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. അതിനൊന്നുമില്ല, ഇത്രയും കൊടുക്കേണ്ട. നമ്മൾ ആദ്യം ഇൻപുട്ട് ടൈപ്പ് കൊടുക്കുക. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് എന്ന് തന്നെ കൊടുക്കണം. സബ്മിറ്റ് ആക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് സബ്മിറ്റ് എന്ന് തന്നെ കൊടുക്കണം. എന്നിട്ട് അതിനൊരു വാല്യൂ കൊടുക്കുക. നെയിം അല്ല, വാല്യൂ കൊടുക്കുക. അതായത് സബ്മിറ്റ് ബട്ടന്റെ ഉള്ളിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ഇത് കൊടുക്കുക. എനിക്കിപ്പോ രജിസ്റ്റർ എന്നാണ് കൊടുക്കേണ്ടതെങ്കിൽ എനിക്ക് രജിസ്റ്റർ എന്ന് കൊടുക്കാം. രജിസ്റ്റർ എന്ന് കൊടുത്ത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചായിരുന്നു. ഓക്കെ, രജിസ്റ്റർ എന്ന് കൊടുക്കുമ്പോൾ രജിസ്റ്റർ എന്ന് വരും. ഓക്കെ ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ബട്ടന്റെ പേര് ഓക്കെ എന്നായിരിക്കും. നമുക്ക് എന്താണോ വേണ്ടി, ഇപ്പൊ രജിസ്റ്റർ ഞാൻ കൊടുത്തോണ്ട് എനിക്ക് ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞ് കിട്ടി. നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് കൊടുത്താൽ മതി. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും നിങ്ങളിപ്പോ ഇത് ചെയ്യണ്ട. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ചെയ്യണ്ട. ഞാൻ ഇതിന് സ്റ്റൈലും കൂടെ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ട് ഔട്ട്പുട്ട് എനിക്ക് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, ഫോട്ടോ ആയിട്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ ഞാൻ ഇതിന് പെട്ടെന്ന് സ്റ്റൈൽ ചെയ്ത് കാണിച്ചത്. അതായത് ഇതിന് നമുക്ക് കാണാനൊരു ഇതില്ല. അപ്പൊ നമുക്കൊന്ന് സ്റ്റൈൽ ചെയ്യണം. അപ്പൊ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു ടാഗ് ഹെഡറിൽ തന്നെ ഞാനൊരു ഡിവ് കൊണ്ട് വെക്കുവാണ്. ഇതിന് മൊത്തത്തിൽ എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളറിലൊക്കെ കൊണ്ടുവരണം. അപ്പൊ ഞാനൊരു ഡിവ് ക്രിയേറ്റ് ചെയ്തു. ഡിവ് ക്ലാസ് ഈക്വൽ ടു കണ്ടെയ്നർ എന്നാണ് ഞാൻ എന്റെ ഡിവിന് കൊടുക്കുന്ന പേര്. ഞാൻ കണ്ടെയ്നർ എന്ന് കൊടുത്തു. എന്നിട്ട് ഈ ഡിവിനെ ഞാൻ ഏറ്റവും ലാസ്റ്റ് കൊണ്ടുവന്ന് ക്ലോസ് ചെയ്തു. എന്റെ ഫോം കഴിഞ്ഞിട്ട് ഞാൻ ഈ ഡിവിനെ വന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, എന്റെ ഫോം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഡിവിനെ വന്ന് ക്ലോസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിന് സ്റ്റൈൽ കൊടുക്കണം. സോ ഞാൻ സ്റ്റൈൽ കൊടുക്കുവാണ്. സ്റ്റൈൽ ടാഗ് കൊടുക്കുക. നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ടോ ഇന്റേണൽ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റൈൽ കൊടുക്കാം. ഞാനിപ്പോ ഇന്റേണൽ ആയിട്ടാണ് സ്റ്റൈൽ കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്റെ കണ്ടെയ്നറിനെ വിളിച്ചു. അതായത് എന്റെ ക്ലാസ്സിന്റെ പേര് കണ്ടെയ്നർ എന്നാണ്. സോ ഞാൻ കണ്ടെയ്നറിനെ വിളിച്ചു. എന്നിട്ട് ഞാൻ കണ്ടെയ്നറിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ യെല്ലോ ഗ്രീൻ കൊടുത്തു. എന്റെ കണ്ടെയ്നറിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ഗ്രീൻ കൊടുത്തു. അതുപോലെ തന്നെ ഗ്രീൻ കൊടുത്തിട്ട് ഞാനൊന്ന് റൺ ചെയ്തു. അപ്പൊ എനിക്ക് ആ ഫോം ഇരിക്കുന്നത് മൊത്തത്തിൽ എനിക്ക് ഗ്രീൻ കളർ കിട്ടി. ഇനി എനിക്ക് ഓരോന്നും അതിന് എന്ത് ചെയ്യണം, കളർ ചെയ്യണം. അപ്പൊ അതിന് മുമ്പ് എന്ത് ചെയ്യണം, എനിക്ക് ഇതിന്റെ ബോഡിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതായത് ബോഡി മൊത്തത്തിൽ ഇരിക്കുന്ന ബോഡി ഞാൻ ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ബോഡി ടാഗിനുള്ളിൽ ഞാൻ സ്റ്റൈൽ ചെയ്യാൻ പോവാണ്. എനിക്ക് ആദ്യമേ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ബ്ലാക്ക് കൊടുക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് കൊടുത്തു.
എന്നിട്ട് ഡിസ്പ്ലേ പ്രോപ്പർട്ടി കൊടുക്കുവാണ്. എനിക്ക് ഡിസ്പ്ലേ ഫ്ലെക്സ് ആയിട്ട് കൊടുക്കണം. സോ ഞാൻ ഫ്ലെക്സ് എന്ന് കൊടുത്തു. എന്നിട്ട് അതിലെ അതായത് എനിക്ക് എന്റെ ആ ഒരു രജിസ്ട്രേഷൻ ഫോം എനിക്ക് സെന്ററിൽ വരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അലൈൻ ഐറ്റം സെന്റർ കൊടുത്തു. അലൈൻ ഐറ്റം സെന്റർ എന്ന് കൊടുത്തു. അപ്പൊ എനിക്ക് എന്റെ ആ ഒരു രജിസ്ട്രേഷൻ ഫോം എനിക്ക് സെന്ററിൽ വരും. അപ്പം ജസ്റ്റിഫൈ കണ്ടന്റ് നമ്മൾ സെന്ററിൽ കൊടുക്കണം. ജസ്റ്റിഫൈ കണ്ടന്റും സെലക്ട് ചെയ്ത് നമ്മൾ സെന്ററിൽ കൊടുക്കണം. എനിക്ക് എന്റെ ആ ഒരു ഫോം മൊത്തത്തോടെ എനിക്ക് സെന്ററിലോട്ട് വന്ന് നിൽക്കും. ഓക്കെ, ഇപ്പൊ ഇത് ബാക്ക്ഗ്രൗണ്ട് ഞാൻ കൊടുത്ത ബ്ലാക്ക് കിട്ടി. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ കൊടുത്തതുപോലെ തന്നെ സെന്ററിൽ കിട്ടി. ഇത് എനിക്ക് വലുതാക്കി കാണണം. സോ ഞാൻ എന്റെ കണ്ടെയ്നർ ടിപ്പിൽ വന്നിട്ട് ഇതിന് ഞാൻ സ്റ്റൈൽ ചെയ്യുക, എനിക്കിത് വലുതാക്കി കാണാൻ വേണ്ടിയിട്ട്. ഞാനൊരു വിഡ്ത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഞാൻ വിഡ്ത്ത് ഒരു 400 px കൊടുക്കുക. എനിക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാനൊരു 400 px വിട്ട് കൊടുത്തു. അതുപോലെ തന്നെ പാഡിങ് കൊടുത്തു. അത് കുറച്ച് ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടി ഞാനൊരു പാഡിങ് കൊടുത്തു. പാഡിങ് ഞാനൊരു 40 px കൊടുത്തു. ഓക്കെ, ഇത്രയും ഞാൻ കൊടുത്തു. പിന്നെ പിന്നെ ഒരു ബോർഡർ റേഡിയസും കൂടി ഞാൻ കൊടുക്കുക. ബോർഡർ റേഡിയസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്ത് ഞാനിപ്പോൾ ഇവിടെ 10 px ആണ് കൊടുക്കുന്നത്. സേവ് ചെയ്തു. എന്നിട്ട് റൺ ചെയ്ത് നോക്കാം. കണ്ടു, ഇപ്പൊ എനിക്ക് എന്റെ രജിസ്ട്രേഷൻ ഫോം ഈ ഒരു രീതിയിൽ കിട്ടി. എനിക്ക് ഇതിന്റെ വിട്ട് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം, പക്ഷെ ഞാനിപ്പോ കൂട്ടുന്നില്ല. വിട്ട് ഞാൻ ഓക്കെ വേണ്ട, ഹൈറ്റ് ഞാൻ കൂട്ടുന്നില്ല. ബാക്കി സ്റ്റൈൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്റെ ഇൻപുട്ട് ടാഗിനൊക്കെ ഒന്ന് അലൈൻ ചെയ്ത് വെക്കുവാണ്. സോ ഇൻപുട്ട് ടാഗിന് എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യുന്നതെന്ന് കാണാം. അപ്പൊ ആദ്യം നമുക്ക് ലേബലിന് സ്റ്റൈൽ കൊടുക്കാം. ലേബലിന് ഞാൻ ഡിസ്പ്ലേ ബ്ലോക്ക് ആയിട്ടാണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ബ്ലോക്ക് ഒന്ന് കൊടുത്തു. അതുപോലെ തന്നെ ബ്ലോക്ക് ഒന്ന് കൊടുത്തു. ഓക്കെ, ഇനി എനിക്ക് ഇൻപുട്ട് ടൈപ്പിനാണ് എനിക്ക് കളർ ചെയ്യേണ്ടത്. സോ ഞാൻ ഇൻപുട്ട് എന്ന് കൊടുത്തു. എന്നിട്ട് ഇതിന് സ്റ്റൈൽ ചെയ്യേണ്ടത് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. എന്നിട്ട് ഇൻപുട്ട് കുറെ ഇൻപുട്ട് ഉണ്ടല്ലോ, അതിൽ ഏത് ടൈപ്പിനാണ് സ്റ്റൈൽ ചെയ്യേണ്ടതെന്ന് കൊടുക്കുക. എനിക്ക് ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റിന് സ്റ്റൈൽ ചെയ്യണം. സോ ഞാൻ ടെക്സ്റ്റ് എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ഇൻപുട്ട് ടൈപ്പിലുള്ള ഇമെയിലിനും പാസ്വേഡിനും ഒക്കെ എനിക്ക് സ്റ്റൈൽ കൊടുക്കണം. സോ ഞാൻ ഇത് തന്നെ അങ്ങോട്ട് കോപ്പി ചെയ്തിട്ട് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്യുക. കോമ ഇട്ടു. രണ്ടാമത്തത് ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡിന് എനിക്ക് ഒരു സ്റ്റൈൽ ചെയ്യണം. അപ്പൊ ഞാൻ പാസ്വേഡ് കൊടുത്തു. നെക്സ്റ്റ് എനിക്ക് പേസ്റ്റ് ചെയ്യേണ്ടത് ഇമെയിലിനാണ് സ്റ്റൈൽ ചെയ്യേണ്ടത്. സോ ഞാൻ ഇമെയിലിനും കൊടുത്തു. എല്ലാത്തിനും കൂടെ ഒരു സ്റ്റൈൽ എനിക്ക് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഇങ്ങനെ കോമ്പായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേറെ സ്റ്റൈൽ കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരുമിച്ച് അങ്ങ് സ്റ്റൈൽ കൊടുക്കാനായിട്ട് പറ്റും എല്ലാവർക്കും കൂടി. ഇമെയിലിന് സ്റ്റൈൽ കൊടുത്തു. ഇപ്പൊ ഞാൻ എന്തൊക്കെ ടെക്സ്റ്റിനും പാസ്വേഡിനും ഇമെയിലിനും കൊടുത്തു. എനിക്ക് ഫോൺ നമ്പറിനും സെലക്റ്റിനും കൂടി കൊടുക്കണം. സോ ഞാൻ അടുത്ത ഫോൺ നമ്പർ കൊടുക്കുകയാണ്. ഫോൺ നമ്പർ അല്ല, എന്റെ ടെക്സ്റ്റ് നമ്പർ എന്നാണ് ഞാൻ കൊടുത്തത്. സോ നമ്പർ എന്ന് കൊടുത്തു. ഇനി അടുത്തത് ടെക്സ്റ്റ് ആണ്, സെലക്ട് ആണ്. സോ സെലക്റ്റും കൂടി കൊടുത്തു. എന്നിട്ട് കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് ഇത്രയത്തിന് നമ്മൾ എന്താണോ സ്റ്റൈൽ അപ്ലൈ ചെയ്യേണ്ടത് അത് കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു വിഡ്ത്ത് കൊടുക്കുവാണ്. വിഡ്ത്ത് 100% കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടു, ഇപ്പൊ എനിക്ക് ഇങ്ങനെ എനിക്ക് കിട്ടി. എന്റെ ഫീൽഡിലേക്ക് എനിക്ക് വലുതായിട്ട് കിട്ടി. ഇനി എനിക്ക് ഈ രജിസ്റ്റർ എന്ന് പറയുന്ന ഈ ബട്ടണിന് ഒന്ന് കളർ കൊടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം. നെക്സ്റ്റ് ഇൻപുട്ട് ടൈപ്പ് എടുക്കുക. അത് തന്നെ ബട്ടന്റെ പേര് സബ്മിറ്റ് എന്നാണ്. സോ ഞാൻ നെക്സ്റ്റ് ഇൻപുട്ട് ടൈപ്പ് കൊടുക്കും. ഇൻപുട്ട് ബ്രാക്കറ്റിൽ ടൈപ്പ് കൊടുത്തു. ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് എന്നാണ് എൻ്റെ ബട്ടന്റെ പേര്. സോ ഞാൻ സബ്മിറ്റ് എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ അതിന് കളർ ചെയ്യാൻ പോവാം. ഇപ്പോൾ സബ്മിറ്റിന് ഞാൻ ആദ്യം ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനിപ്പോൾ കൊടുക്കുന്നത് ബ്ലാക്ക് ആണ്. എന്നിട്ട് ഞാൻ ഫോണ്ടിന്റെ കളർ ഞാൻ ഗ്രീൻ കൊടുക്കും. ഫോണ്ടിന്റെ കളർ ഞാൻ ഗ്രീൻ കൊടുത്തു. പിന്നെ ഞാൻ അടുത്ത് കൊടുക്കാൻ പോകുന്നത് വിഡ്ത്ത് ആണ്. വിഡ്ത്ത് ഞാനൊരു 100% കൊടുക്കാം.
എന്നിട്ട് ഞാൻ ഇത് സേവ് ചെയ്തു. അപ്പൊ എനിക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് വലുതായിട്ട് കിട്ടി. ഇനി ഇതിന്റെ എല്ലാത്തിനും കുറച്ച് വലുതാക്കണം. അപ്പൊ അതിന്റെ പാഡിങ് കൂട്ടി കൊടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് എന്റെ ഈ ഫസ്റ്റ് എന്റെ ഇൻപുട്ട് ടൈപ്പിൽ വന്നിട്ട് ഞാൻ അതിന്റെ പാഡിങ് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. നമുക്ക് ഇഷ്ടമുള്ള പാഡിങ് കൊടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോ ഒരു പാഡിങ് 12 കൊടുക്കാം. 12 13 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാൻ 12 കൊടുത്തു. പിന്നെ നമുക്ക് എന്ത് കൊടുക്കാനായിട്ട് പറ്റും? നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് സ്റ്റൈലാണോ അത് നോക്കിയിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ തോന്നുന്നത് ആ സ്റ്റൈല് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് തന്നെ ഞാൻ ബട്ടൺ ഈ സ്റ്റൈൽ ഞാൻ അപ്ലൈ ചെയ്യുവാണ്. ബട്ടൺ ഒന്ന് വ്യത്യസ്തമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ബട്ടൺ നമുക്കൊരു 50 px അല്ലെങ്കിൽ 40 px കൊടുക്കാം. സേവ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഫോം. ഇവിടെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. ഇതാണ് ഞാൻ ചെയ്ത സിമ്പിൾ രജിസ്ട്രേഷൻ ഫോം. ഇതിനകത്ത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കഴിവ് വെച്ചിട്ട് നിങ്ങൾ ഇതിനേക്കാൾ നല്ല ഒരു രജിസ്ട്രേഷൻ ഫോം എനിക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പ് ഇടണം ഫോട്ടോ ആയിട്ട്. അത് ഇന്നോ നാളെയോ എനിക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ വീഡിയോസ് കാണുക, എന്റെ കോഡ് ബേസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ഫോം ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യേണ്ട രീതികളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, റെഡിയാണോ? ഓക്കെ, എങ്കിൽ ലെഫ്റ്റ് ആയിക്കോളും. ഞാൻ ഗ്രൂപ്പിൽ വീഡിയോസും കോഡും ഷെയർ ചെയ്യാം. പകുതി വരും. അതെ, 50% കൊടുക്കുമ്പോൾ നമുക്ക് പകുതി വരും. ഓക്കെ, അലൈൻമെന്റ് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും ഞാൻ സെലക്ട് ചെയ്തിട്ട് അതിന് വിട്ട് കോമൺ വിട്ടും പാഡിങ്ങും കോമൺ കൊടുത്തത്. അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഓക്കെ. നേരെ വരണമെങ്കിൽ നമ്മൾ അവിടെ കൊടുത്ത PR ടാഗ് മാറ്റി കൊടുത്താൽ മതി. പിന്നെ ഡിസ്പ്ലേ ഇൻലൈൻ അതിനൊരു ഡിപ്പായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിന് ഡിസ്പ്ലേ ഇൻലൈൻ കൊടുത്താൽ മതി. അപ്പൊ നമുക്കത് നേരെ കിട്ടും. അതായത് ഡിവിന് ഒരു ക്ലാസ് അതായത് ഈ ഫീമെയിലിന് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ജെൻഡറിന് ജി എന്ന് പറഞ്ഞ ഞാൻ ജെൻഡറിന് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് അതിനൊന്ന് സ്റ്റൈൽ ചെയ്യുവാണ്. ഞാൻ ഡിസ്പ്ലേ ഇൻലൈൻ കൊടുക്കാം. അപ്പൊ അത് ഇൻലൈൻ ലൈനായിട്ട് കിട്ടും. ഇൻലൈൻ ബ്ലോക്ക്. ഓക്കെ, സേവ് ചെയ്തു. ഇല്ലെങ്കിൽ നമുക്ക് ജെൻഡറിന്റെ ലേബിളിൽ മാത്രം സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. കണ്ടോ, ഇപ്പൊ ഇത് നേരെ കിട്ടും. ഓക്കെ,
ഓക്കെ, അപ്പൊ എനിക്ക് നെക്സ്റ്റ് ക്ലാസ് ഉണ്ട്. ഞാൻ ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. നിങ്ങൾ ഒരു കോഡ്, നിങ്ങൾ HTML രജിസ്ട്രേഷൻ ഫോം ക്രിയേറ്റ് ചെയ്ത് ഇന്നോ നാളെയോ ഗ്രൂപ്പിൽ ഇടുക. ഓക്കെ, പിന്നെ ഇന്ന് ചെയ്ത കാര്യങ്ങൾ ഫോട്ടോ എടുത്തിടുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു.